നമസ്കാരം. കൊല്ലം ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെ അത്തപ്പൂക്കളമിടൽ വിവാദത്തിലെ പോലീസ് എഫ്ഐആറിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇല്ല. കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ് അത്തപ്പൂക്കളമിട്ടതെന്നാണ് എഫ്ഐആർ. ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും കെട്ടുന്നത് കോടതി നിരോധിച്ചിട്ടുണ്ട്. ഇതിന് വിപരീതമായി ക്ഷേത്ര കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ പ്രധാന വഴിയിൽ അത്തപ്പൂക്കളമിട്ടെന്നാണ് എഫ്ഐആർ. ക്ഷേത്രത്തിൽ നിന്നും 50 മീറ്റർ ദൂരം മാറിയുള്ള ഭാഗത്ത് ഛത്രപതി ശിവജിയുടെ ചിത്രം വെച്ചതും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലെ പകയുണ്ടാക്കാനെന്നാണ് ആരോപണം. ഇതും കലാപശ്രമത്തിന്റെ പരിധിയിൽ പോലീസ് കൊണ്ടുവരുന്നു. RSSന്റെ കൊടിയെന്ന് സൂചിപ്പിക്കുന്ന വിധം പൂക്കൾ കൊണ്ട് കൊടിയിൽ ഉണ്ടാക്കിയെന്നും എഫ്ഐആറിലുണ്ട്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുന്നുമില്ല. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് മായ്ക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്നാണ് RSS പറയുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രവിരോധികളുടെ പ്രതിനിധി എന്നാണ് മുൻ DGP TP സെൻകുമാർ പ്രതികരിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏതവൻ പറഞ്ഞാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭരണഘടനയെയോ നിയമത്തെയോ അല്ല പ്രതിനിധാനം ചെയ്യുന്നത്, രാഷ്ട്രവിരോധികളെയാണ് എന്നാണ് സെൻകുമാർ പറയുന്നത്. കൊല്ലം ശാസ്താംകോട്ട മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു സംഭവം. ക്ഷേത്രത്തിന്റെ മുന്നിലെ വഴിയിൽ പ്രദേശത്തെ യുവാക്കളാണ് പൂക്കളമിട്ടത്. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിരുന്നു. അതിനാൽ പൂക്കളം നീക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് പോലീസ് യുവാക്കളെ ഭീഷണിപ്പെടുത്തി. CPM-കാർ അംഗങ്ങളായ ക്ഷേത്ര കമ്മിറ്റിയാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിനെതിരെ പരാതി നൽകിയത്. പോലീസിന്റെ നടപടിയിൽ സംസ്ഥാനമാകെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സോഷ്യൽ മീഡിയയിലും വിഷയം ചർച്ചയായി. ആനപ്പുറത്ത് ഹമാസ്, ഹിസ്ബുള്ള തീവ്രവാദികളുടെ ബാനറുകളുമായി തൃത്താലയിൽ ഉറൂസ് അരങ്ങേറിയപ്പോൾ പോലീസുകാർക്കൊന്നും തോന്നിയില്ലേ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ചോദ്യം. ഓണപ്പൂക്കളത്തിൽ തീവ്രവാദികൾക്കെതിരെ ഭാരതം നേടിയ നിർണായകമായ ഒരു വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഡിസൈൻ കൊടുത്തപ്പോൾ ഇടപെടുന്ന പിണറായി പോലീസ് എന്ന സൂചനയാണ് തരുന്നത്. ഈ നാട്ടിൽ ജിഹാദികൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടെന്നല്ലേ? അതോ പച്ച വെളിച്ചം പോലീസ് സേനയാകെ ഗ്രസിച്ചോ എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് നടപടി എന്ന് പറയപ്പെടുന്നു. പോലീസ് അവിടേക്കെത്തി മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് പോലീസ് യുവാക്കളെ ഭീഷണിപ്പെടുത്തി. അത്തപ്പൂക്കളമിടുന്നതിനെതിരെ ക്ഷേത്ര ഭരണസമിതിയാണ് പരാതി നൽകിയതെന്നും പറഞ്ഞതായി റിപ്പോർട്ടിലുണ്ട്. ക്ഷേത്രത്തിന്റെ മുന്നിലെ വഴിയിൽ പ്രദേശത്തെ യുവാക്കളാണ് പൂക്കളമിട്ടത്. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതുകയായിരുന്നു. ഇത് നീക്കണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച് BJP നേതാവ് യുവരാജ് ഗോകുൽ രംഗത്ത് വന്നിരുന്നു. അത്തപ്പൂക്കളമിടാൻ ഇനി പൂക്കളുടെ ഡിസൈൻ്റെ ഒരു ലിസ്റ്റ് ആദ്യം ഏമാന്മാർക്ക് അയച്ച് അപ്രൂവൽ വാങ്ങണമെന്നായിരുന്നു യുവരാജ് ഗോകുലിന്റെ ചോദ്യം. ഓണപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയാൽ പോലീസ് കേസെടുക്കുമത്രേ. എന്നാൽ പിന്നെ പൂക്കളങ്ങളുടെ ഡിസൈൻ്റെ ഒരു ലിസ്റ്റ് ആദ്യം ഏമാന്മാർക്ക് അയച്ച് അപ്രൂവൽ വാങ്ങാം, പോയി പണി നോക്ക് സാറന്മാരെ എന്നാണ് യുവരാജ് ഗോകുലിന്റെ ഫേസ്ബുക്ക് പ്രതികരണം.